ഈ പരാതി ഉണ്ടായതിന് ശേഷവും ഈ പറയുന്ന പി ദിവ്യയുടെയോ പ്രശാന്തിൻ്റെയോ ഫോണുകൾ പരിശോധിക്കുകയോ അതിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഈ കോടതിയിൽ സമർപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് പിന്നീട് ഈ പ്രശാന്തിൻ്റെയും ജില്ലാ കളക്ടറുടെയും ഉൾപ്പെടെയുള്ള മൊഴികൾ പോലും രേഖപ്പെടുത്തിയത്. അപ്പോൾ ആദ്യം മുതലേ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല നവീൻ ബാബുവിൻ്റെ സഹോദരനായ അഭിഭാഷകനും ഈ കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടന്ന സമയത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഈ കുടുംബാംഗങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായിരുന്നു, നവീൻ ബാബുവിന് എന്തൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടി, അവിടെ എന്തെങ്കിലും ചിതറിത്തെറിച്ച് കിടന്നിരുന്നോ, ഒരു മൽപ്പിടുത്തം നടന്നോ, ഒരു തെളിവുകളും ഒന്നുമില്ല. അപ്പോൾ അന്വേഷണ സംഘം ഈ കാര്യങ്ങളൊക്കെ തെളിവ് ശേഖരിച്ചു എന്ന് പറയുന്നതല്ലാതെ അതൊക്കെ എന്താണെന്ന് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വിട്ടില്ല. അപ്പം നമ്മൾ കരുതുന്നത് എന്താ, ഇനി അതൊരു വലിയ ചർച്ചയായി മാറിയാൽ ആ ചർച്ച ഒരുപക്ഷെ കോടതിയെ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ട് പോലീസ് അത് പുറത്തുവിടാത്തതായിരിക്കും എന്നൊക്കെ കരുതി. പക്ഷേ അങ്ങനെയല്ല.